ഹായ് ഫ്രണ്ട്സ്, ശ്യാമളാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇതിൽ ഒരുപാട് 12 ഐറ്റംസ് എടുത്തിട്ടാണ് കേട്ടോ. നല്ല ഒരു പ്രോട്ടീൻ പൗഡറാണ്. ഇത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഉണ്ടാക്കണം. ഇത് വലിയവർക്കും കുടിച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ കർക്കിടക മാസ സമയത്ത് ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതാ ഒരു അരക്കപ്പ് നിലക്കടല, അരക്കപ്പ് പൊട്ടുകടല, അരക്കപ്പ് ഗോതമ്പ്, കുറച്ച് കാഷ്നട്ട്, പിന്നെ ഇതാ കോറ, മുത്താര, പഞ്ഞിപ്പുല്ല് എന്നൊക്കെ അങ്ങനെയൊക്കെ പറയും കേട്ടോ ഇതിന്. അതാണത്. പിന്നെ ഇത് കുറച്ച് കൊള്ള്, പിന്നെ ഇത് ബദാം, പിന്നെ ചെറുപയർ. എൻ്റെ അടുത്ത് ചെറുപയർ മുഴുപയർ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇത് തന്നെ എടുത്തതാണ് കേട്ടോ. ഇങ്ങനെ പൊട്ടിച്ചതെടുത്താണ്. പിന്നെ തിന എന്ന് പറയുന്ന സാധനം അത്, പിന്നെ ഉഴുന്ന് പരിപ്പുണ്ടല്ലോ, അതാ കുറച്ച് ഞാൻ ഒരു ചെറിയ പാത്രത്തിലെടുത്തിരിക്കുകയാണ്. അത് ഉഴുന്ന് പരിപ്പ്, പിന്നെ സോയ അല്ലേ, സോയാബീൻ. അങ്ങനെ 12 സാധനങ്ങളാണ് ഞാൻ ഇതിലിടാൻ പോണത്. അപ്പോൾ എല്ലാം നമ്മൾ തനിയായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വറുക്കാം. നമ്മളിതൊക്കെ ഇതാട്ടോ, നമ്മൾ ആദ്യം അരിയാണ് വറുക്കാൻ പോണത്. ഓരോന്ന് എല്ലാറ്റിൻ്റെയും വേവ് പല വിധത്തിലായതുകൊണ്ട് നമ്മൾ ഓരോന്നായിട്ടാണ് വറുത്തെടുക്കണം കേട്ടോ. ഞാൻ ആദ്യം അരിയാണ് വറുക്കണം. അതാട്ടോ, ഞാൻ ഗോതമ്പാണ് ഇനി വറുക്കാൻ പോണത്. അപ്പോൾ ഗോതമ്പ് എടുത്തിട്ടുണ്ട് വറുക്കാൻ. എന്നിട്ട് ചെറുപയറാണ് ഇടുന്നത്. ഈ ചെറുപയറൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് ഞാൻ വറുത്തെടുക്കുക. ഇതിങ്ങനെ വറുത്ത് പൊടിച്ചിട്ടേ നമ്മൾ പാലിൽ കലക്കി കുടിക്കുക. അല്ല ചില പിള്ളേർക്ക് ഇത് പിടിക്കില്ല. പാൽ കലക്കിയിട്ട് ചില പിള്ളേർക്ക് പിടിച്ചില്ല. നമ്മളിതിൽ കുറച്ച് ശർക്കര പൊടിയും ഒരു പൊട്ട് നെയ്യും ചേർത്തിട്ട് കുറച്ച് പൊടി എടുത്തിട്ട് ശർക്കര ഉരുക്കണ്ടാലച്ച പൊടിയാക്കി ഇടാം. എന്നിട്ട് ലേശം നെയ്യും കൂടെ ചൂട്ടോടെ വെച്ചിട്ട് ഉരുട്ടിയിട്ട് അങ്ങോട്ട് പിള്ളേർക്ക് കൊടുത്താൽ അവർക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ അങ്ങനെ വേണമെങ്കിലും കഴിക്കാട്ടോ. എങ്ങനെയാണെങ്കിലും നല്ലതാണത് ഈ സമയത്ത് കഴിക്കണത്. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് തന്നെ അറിയാമല്ലോ. പ്രോട്ടീൻ ഉണ്ട്, കാൽസ്യം ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, പിന്നെ എന്താണ് മിനറൽസ് എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാം അടങ്ങും കേട്ടോ ഇതിൽ. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഉള്ളതായതുകൊണ്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. ഒരു ഹെൽത്തി പൗഡർ തന്നെ പറയാം. ഇനി ഞാൻ ഇടാൻ പോണത് കൊള്ളാണ് കേട്ടോ. കൊള്ള് കുറച്ചും കൂടെ വേവുള്ളത് കാരണം കുറച്ച് സമയം നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. നോക്കൂ, ഞാൻ കടലയാണ് ഇട്ടിരിക്കുന്നത്. കടല നിങ്ങൾ ആരും തൊലി കളയരുത് കേട്ടോ. തൊലി കളയാണ്ടത് എന്തായാലും തൊലിയോടുകൂടെ തന്നെ നമ്മൾ കഴുകി ഉണക്കി വെച്ച കടലയാണ്. അതുകൊണ്ട് ആരും തൊലി കളയാണ്ട് വേണം ഇത് വറുത്ത് പൊടിക്കാൻ കേട്ടോ. തൊലിയിൽ നല്ല എല്ലാ പ്രോട്ടീനും തൊലിയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തൊലി കളയാണ്ട് വേണം ഇത് വറുത്ത് പൊടിക്കുന്നത്. ഇതാട്ടോ, നമ്മളെല്ലാ സാധനങ്ങളും വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയും കുറേ സാധനങ്ങൾ ഇടാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. എന്ത് വേണമെങ്കിലും നമുക്ക് നല്ല പ്രോട്ടീൻ ഉള്ളതാണെങ്കിലും അതുപോലെ തന്നെ ഫൈബ്രോയിഡ് ഉള്ളതാണെങ്കിലും ഇത് നല്ല ഇതൊക്കെ സാധനങ്ങളുണ്ടല്ലോ. എന്താ നമ്മൾ പല തരത്തിലുള്ള പരിപ്പ് വർഗ്ഗങ്ങൾ അതൊക്കെ ഇടാട്ടോ. അപ്പോൾ നല്ലതാണ്. ഞാനിവിടെ 12 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ വറുത്തിട്ട് ഞാനിപ്പോൾ ആറാൻ വെച്ചിട്ടുണ്ട്. ഇത് ആറിയ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഫൈബറോയിഡ് അല്ല കേട്ടോ, ഫൈബർ ഞാൻ തെറ്റിപ്പോയതാണ്. ഇതാട്ടോ ആറിയിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം കൂടിയിട്ട് പൊടിച്ചിട്ട് വരാട്ടുള്ളൂ. ഇതാട്ടോ, ഞാനെല്ലാം പൊടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിൽ കൊട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നന്നായി തണുത്ത ശേഷമേ ബോട്ടിലാക്കി വെക്കാൻ പറ്റുള്ളൂ. നന്നായി തണുക്കുക പറഞ്ഞാൽ ഒരു തണുത്തുണ്ട്. എന്നാലും ഇനി എവിടെയെങ്കിലും ലേശം ചൂട് നിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ ആ ചൂടൊക്കെ നന്നായിട്ട് ആറിയ ശേഷം മാത്രം നമ്മൾ ടൈറ്റായിട്ടുള്ള ഒരു കുപ്പിയിലോ അല്ല എന്തെങ്കിലും ടൈറ്റായിട്ടുള്ള പാത്രങ്ങളിൽ അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് അല്ലച്ച പിള്ളേർ സ്കൂൾ വിട്ട് വരില്ലേ, 4 മണി സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഒരു ഗ്ലാസ് പാലിൽ 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും ഇതിൻ്റെ ഓരോ സ്പൂണ് ഒരു വലിയ ടീസ്പൂണ് എടുത്തിട്ട് കലക്കി കൊടുക്കുക കേട്ടോ. നല്ലതാണ്. നമ്മൾക്കും കഴിക്കാം. നമ്മുടെ ഹെൽത്തും നന്നാവണമല്ലോ, നല്ല പിള്ളേരെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. ഞാൻ ഇത്തിരി അപ്പോഴേ ഫൈബറിൻ്റെ കാര്യം പറഞ്ഞു, ഫൈബ്രോയിഡ് ആയിപ്പോയി, ഓർമ്മയില്ലാണ്ട് പറഞ്ഞത് വെച്ചാൽ എൻ്റെ വയറ്റിലൊരു ഫൈബ്രോയിഡ് കിടക്കുന്നുണ്ട്. അത് കാരണം എന്ത് പറയുമ്പോഴും അതെന്നെ ഓർമ്മ വരിട്ടുള്ളൂ. അതാണ് അങ്ങനെ ആയിപ്പോണതാണ് കേട്ടോളൂ, സോറി.
പിന്നെ അപ്പോൾ നമുക്ക് ഈ പൊടി കലക്കി കുടിക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിതിൽ എന്തൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ വൈറ്റമിൻ, മിനറൽസ്, പിന്നെ കാർബോഹൈഡ്രേറ്റ്, പിന്നെ ഫൈബർ, കാൽസ്യം, അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രോട്ടീൻസും എല്ലാം കിട്ടും ഇതിൽ. അപ്പോൾ പ്രോട്ടീൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റും പിന്നെ എന്താണ് കാൽസ്യവും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പൊടിയായതുകൊണ്ട് എല്ലാവർക്കും ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കി കുടിക്കുക. ഞാനിപ്പോൾ നോക്കിക്കോളൂ, പാലൊന്ന് കാച്ചിയിട്ട് അതിൽ ഒരു സ്പൂണ് ഇട്ടിട്ട് കലക്കി കുടിക്കുന്നത് കാണിച്ചു തരട്ടുള്ളൂ. എന്താട്ടോ, ഒരു ഗ്ലാസ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ചിട്ട് നമുക്ക് കുടിക്കാം. പാല് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണ് വലിയ ടീസ്പൂൺ 1 ടീസ്പൂൺ പൊടിയാണ് ഇടുന്നത്. അത് മതി കേട്ടോ. ഒരു ഗ്ലാസ് കുടിക്കാൻ 1 ടീസ്പൂൺ മതി. ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, പാലിൽ കലക്കിയിട്ടുണ്ട്. ഞാൻ കുടിക്കാൻ പോവുകയാണ് കേട്ടോ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം, നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി പൗഡർ മിക്സാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. താങ്ക് യു. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.